അവിടെ എങ്ങനെ എത്തി? ഏത്? അതാണ് ഞാൻ പറഞ്ഞത്, നാജീന്റെ ഫ്രണ്ടാണില്ലല്ലോ. ഞാൻ ഒരുപാട് ഇന്റർവ്യൂവിൽ പറഞ്ഞു നാജീന്റെ ഫ്രണ്ടാണില്ലല്ലോ. അവര് തമ്മിൽ ഒരുമിച്ചാ താമസിക്കുന്നത്. അപ്പൊ ഇവൻ നാട്ടിലേക്ക് പോണ സമയത്ത് ഇവന്റെ കുറച്ച് സാധനങ്ങൾ എന്തോ കൊടുത്തു, ഇവന്റെ കയ്യിൽ കൊടുത്തു, വെക്കാൻ കൊടുത്തു. അപ്പൊ എന്റെ വണ്ടി കൊടുക്കുന്ന സമയത്ത് അവന്റെ ഒരു ബാഗ് എന്റെ ഇവിടെ വെച്ചു. മീൻസ് CNG വണ്ടിയാണ്, ഡിക്കി സ്പേസ് ഒന്നുമില്ല. അപ്പോൾ കസ്റ്റമർ വരുമ്പോൾ ബാഗും കാര്യങ്ങളൊന്നും ഇരിക്കുന്നത് അവർക്ക് ഇറിറ്റേഷൻ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അവൻ എടുത്തോറും ബാഗ് കൂടെ വെച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് എന്റെ ഫ്ലാറ്റിൽ വെച്ചതാണ് ബാഗ്. അതിനുശേഷം 13-ാം തീയതി എനിക്ക് മലപ്പുറം ഷൂട്ട് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു, ബ്രൈഡൽ മേക്ക് ഓവർ ഷൂട്ട് ഉണ്ടായിരുന്നു. അത് നടന്നുമില്ല. 14-ാം തീയതി രാവിലെ തൊട്ട് ഞാൻ നോക്കുമ്പോൾ ഫോണിൽ മെസ്സേജുകൾ, ഫസ്മിന നീ എവിടെ പോയി, നീ അവൻ്റെ കൂടെ, നീ എന്ത് മറ്റത് മറിച്ച് കിടന്ന് അങ്ങനെ 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 ഒരുപാട് മെസ്സേജ്. അന്ന് ഈ മെഹനാസിനെ എൻ്റെ അടുത്ത് ചോദിച്ചുകൂടെ ഇതെങ്ങനെ ഈ ബാഗ് ഇവിടെ എത്തി, എന്തുകൊണ്ട് ചോദിച്ചില്ല? 14-ാം തീയതി രാവിലെ തൊട്ടിട്ട് മെഹനാസ് എന്നെ തിരൂരിലേക്ക് വിളിക്കുന്നുണ്ട്, സ്റ്റേഷനിലേക്ക് വാവാന്നും പറഞ്ഞിട്ട്. കാണണം. ഞാൻ വരാണ്ടായപ്പോൾ ഹെൽപ്പ് ലൈനിൽ നിന്ന് വിളിപ്പിച്ചു, കുട്ടീനെ വൈഫിനെ കാണലാന്ന് പറഞ്ഞിട്ട്. അതുവരെ എന്നെ വിളിച്ചുകൊണ്ടിരുന്ന ആളാ. എന്നിട്ട് കുട്ടീനെ വൈഫിനെ കാണലാന്ന് പറഞ്ഞ് വിളിപ്പിച്ചിട്ട് ഞാൻ സ്റ്റേഷനിൽ എത്തിയപ്പോൾ എൻ്റെ ഫോൺ തട്ടിപ്പറിച്ച് അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിട്ട് സ്റ്റേഷനിൽ നമ്മളവിടെ കൊണ്ടുപോയി. തിരൂർ സ്റ്റേഷനിൽ പോയി. അവിടെ നിന്ന് ഇറങ്ങി ഞാൻ പോണ വഴിക്കാൻ ഞാൻ കാണുന്നത് എൻ്റെ വൈഫ് എനിക്ക് സമ്മാനം തന്നിട്ട് പോയി, വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് തന്നിട്ട് പോയി. എന്നാൽ 13-ാം തീയതി ഇടുന്ന ആള് എന്തുകൊണ്ട് ഈ 14-ാം തീയതി വൈകുന്നേരം വരെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തു? അതിൽ എന്തൊക്കെയോ കളികൾ നടക്കുന്നില്ലേ?